ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഗ്രേവിയൊക്കെ വറ്റി എണ്ണ സൈഡിൽ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില ഇട്ടിട്ട് തീ ഓഫ് ചെയ്യുക. അഫ്ഗാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് എടുത്തിരിക്കുന്ന സാധനങ്ങൾ: പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, സവാള, മല്ലിയില. സവാള വലിയൊരു സവാള എടുക്കാം, ഇല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. വെളുത്തുള്ളി ഒരു പിടി വെളുത്തുള്ളിയുണ്ട്, ചെറിയ 2 കഷ്ണം ഇഞ്ചിയാണ്. ഇതിന് എരിവ് കൊടുക്കുന്നത് പച്ചമുളകാണ്. അതിനാവശ്യമായ പച്ചമുളക് എടുത്തുകൊള്ളണം. എടുത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം 500 ഗ്രാം ചിക്കന് വേണ്ടിയുള്ളതാണ്. നമ്മളതിനനുസരിച്ച് കൂടുതൽ ചിക്കൻ എടുക്കുകയാണെങ്കിൽ ഈ സാധനങ്ങളുടെ എല്ലാം ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കണം. ഇത്രയും സാധനങ്ങൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരണം. ഇത് 1/2 കിലോ ചിക്കനുണ്ട്. ഇതിനകത്തേക്ക് നമ്മളൊരു 3/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാനായിട്ട്. ഉപ്പും നാരങ്ങാനീരും എല്ലാം മിക്സ് ചെയ്തു. ഇതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഗ്രീൻ കളറിലെ പേസ്റ്റിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഗ്രീൻ പേസ്റ്റിൻ്റെ അകത്തേക്ക് ഇനി ഒഴിക്കുന്നത് 1 കപ്പ് തൈരാണ്. ഇനി ഇതിലേക്ക് ഒഴിക്കുന്നത് 1 കപ്പ് ഫ്രഷ് ക്രീം. ഇനി ഇതിലേക്ക് ഒഴിക്കുന്നത് കുറച്ച് കാഷ്യൂ എടുത്ത് പേസ്റ്റ് ആക്കിയതാണ്. ഒരു 15 കാഷ്യൂ എടുത്ത് പേസ്റ്റ് ആക്കിയതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിലേക്ക് 1 സ്പൂൺ പെപ്പർ പൗഡറാണ് ഇടുന്നത്, കുരുമുളക് പൊടി. 1 സ്പൂൺ ജീരകപ്പൊടി, 1 സ്പൂൺ ഗരം മസാല പൗഡർ, 1 സ്പൂൺ കസ്തൂരി മെത്തി. ഇതെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ ചിക്കൻ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷം വേണം ഇതിനെ കറിയാക്കാനായിട്ട്. മാറിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ്. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂർ തൊട്ട് എത്ര സമയം വേണേലും നമുക്ക് വെച്ചേക്കാം. പക്ഷേ വെളിയിൽ സൂക്ഷിക്കരുത്, ഫ്രിഡ്ജിനകത്ത് മാത്രമേ അത് സൂക്ഷിക്കാവുള്ളൂ. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. ചിക്കൻ ഫ്രൈ ചെയ്തതിനായി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ബട്ടറിൽ തന്നെ ഫ്രൈ ചെയ്യണമെന്നില്ല, ഏതെങ്കിലും ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്താലും മതി. ബട്ടറെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ പീസസ് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. പീസസ് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു. 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ ഉള്ളൂ. ഒരുപാട് ചിക്കൻ പീസസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ചിക്കൻ ഒരു സൈഡെല്ലാം നന്നായി മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ മുഴുവൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സൈഡിലൂടെ നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്ക് മാറ്റിയിട്ട് സെക്കൻഡ് ട്രിപ്പ് ഇട്ട് കൊടുക്കാം. ചിക്കനെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് കോരിയെടുക്കുകയാണ്. ചിക്കൻ മുഴുവൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഗ്രേവി ഒന്ന് റെഡിയാക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കടായിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അധികം എണ്ണ ഒഴിക്കരുത്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 10-15 പീസ് കുരുമുളക് ഇട്ട് കൊടുക്കുകയാണ്. 2-3 ഏലയ്ക്ക, ഒരു 4-5 ഗ്രാമ്പൂ ഏലയ്ക്ക എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ മാറിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഗ്രേവി ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ഗ്രേവി ഇരുന്ന പാത്രം ഒന്ന് കഴുകി ഒഴിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കുക. ഗ്രേവി ഒന്ന് നന്നായി തിളച്ച് കഴിഞ്ഞിട്ട് വേണം ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക.
വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. ചിക്കൻ പീസസ് മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 8-10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് റെഡിയാവും. നന്നായിട്ട് തിളച്ച് കുറുകാനായിട്ട് തുടങ്ങും. അപ്പോഴേക്കും ചിക്കനിലെ ഗ്രേവി എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും. ഗ്രേവിയൊക്കെ വറ്റി എണ്ണ സൈഡിൽ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില ഇട്ടിട്ട് തീ ഓഫ് ചെയ്യുക. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒന്നാന്തരം ഒരു ചിക്കൻ കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. എന്നും കഴിക്കുന്നതെന്ന് വ്യത്യസ്തമായിട്ടൊരു കറിയല്ലേ. ഈ ഒന്നാന്തരം ഒരു ചിക്കൻ കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.